വിധം വിശുദ്ധ ഖുർആനിനെ നിയമാനുസൃതം പാരായണം ചെയ്യാം. പ്രവാചകന് അത് ഇഷ്ടമായിരുന്നു, ഏറെ ഇഷ്ടമായിരുന്നു. പ്രവാചകൻ നല്ല ശബ്ദഭംഗിയുള്ള ആളായിരുന്നു. മറ്റേതൊരു കാര്യവും ഖുർആൻ പോലെ പ്രവാചകൻ ശബ്ദത്തിൽ പറഞ്ഞിട്ടില്ല എന്നാണ്. മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ ഖുർആൻ പോലെ മറ്റൊന്നിനെയും ശബ്ദത്തിലാക്കാൻ പ്രവാചകന് അനുവാദം നൽകപ്പെട്ടിട്ടില്ല എന്നാണ്. ഖുർആനിനെ നബി ശബ്ദത്തിൽ കേൾപ്പിക്കുമായിരുന്നു. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ്, ഉബൈ റളിയല്ലാഹു അൻഹു ഒക്കെ നന്നായി ഖുർആൻ ഈണത്തിൽ ശബ്ദമാധുര്യത്തിൽ ഓതുന്നവരായിരുന്നു. അവരെ പ്രവാചകൻ വിളിച്ചിട്ട് ഓതിത്തരാൻ പറയും. ഒരിക്കൽ അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് ഒന്ന് ഓതണം. അപ്പൊ അദ്ദേഹം ചോദിച്ചു, പടച്ചോനെ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാനോ? നിങ്ങൾക്കല്ലേ നബി ഖുർആൻ ഇറങ്ങി, എന്നിട്ട് ഞാൻ അങ്ങോട്ട് ഓതിത്തരാനോ എന്ന് ചോദിച്ചു. അപ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം കൊടുത്ത മറുപടി, ഉഹിബ്ബു അൻ അസ്മഅഹു മിൻ ഗൈരി, എന്നിൽ നിന്നല്ലാതെ വേറെ ഒരാളിൽ നിന്ന് അത് കേൾക്കാൻ ഞാൻ താല്പര്യപ്പെടുന്നു. അതിനെന്തോ ഒരു ഹൃദ്യത ഉണ്ട്. മാത്രമല്ല കേൾക്കുന്നതിനനുസരിച്ച് ജീവിതത്തെ കഴുകിയെടുക്കാനുള്ള അവസരം ഉണ്ടാക്കും. അങ്ങനെയാ റസൂൽ കരഞ്ഞത്. സ്വർഗം കിട്ടുമെന്ന് ഉറപ്പുള്ള സ്വർഗത്തിലെ നേതാവായ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം സൂറത്ത് 4-ാം അധ്യായം സൂറത്ത് നിസായിലെ 41-ാമത്തെ ആയത്തെത്തിയപ്പോഴേക്ക് ഇബ്നു മസ്ഊദിനോട് പറഞ്ഞു, മതി മതി, എനിക്ക് കേൾക്കാൻ സാധ്യമല്ല അല്ലേ? താങ്കളെ ഈ സമുദായത്തിന്റെ സാക്ഷിയായി കൊണ്ടോരും നബിയെ എന്ന വചനം കേട്ടപ്പോ കരഞ്ഞോണ്ട് പോയതാ റസൂല്. നമ്മളെത്ര കേട്ടു, നമ്മളെത്ര ഓതി. സഹോദരങ്ങളെ, സഹോദരികളെ, ഇശാ നമസ്കാരത്തിൽ നബി സൂറത്തു തീനങ്ങ് ഓതി, വത്തീനി വസ്സൈതൂൻ വതൂരി സീനീന വഹാദൽ ബലദിൽ അമീൻ ലഖദ് ഖലഖ്നൽ ഇൻസാന ഫീ അഹ്സനി തഖ്വീം. ഇങ്ങനെ ആ സൂറത്ത് ഓതിത്ത് ബർറാ റളിയല്ലാഹു അൻഹു പറയാ, തിരുമേനിയേക്കാൾ ശബ്ദം നല്ല ഒരാളെയും ഞാൻ കേട്ടിട്ടില്ല. അതായിരുന്നു വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട ഈ സംസാരം കഴിഞ്ഞു പോയപ്പോ ഒരു സ്ഥലത്തു നിന്നൊരു വിളിയുണ്ടായി. ഒരാൾ ഇങ്ങനെ ചോദിച്ചു, ഇങ്ങനെ ഓതണം, ഇവിടെ നീട്ടണം, ഇവിടെ മണിക്കണം എന്നൊക്കെ നബിയോടോ പഠിപ്പിച്ചുക്കോന്ന് വെച്ചിട്ട്. വല്ലാത്ത സങ്കടം തോന്നി അത് കേട്ടപ്പോ. എന്തൊരു സങ്കടമാണെന്നറിയോ? അള്ളാന്റെ റസൂല് അങ്ങനെ സംശയം ഉണ്ടാവും പലർക്കും എന്നുള്ളത് കൊണ്ടായിരിക്കണം റസൂല് പറഞ്ഞത്, അല്ലദീ അൻസലഹു ലം യൽഹൻ ഫീ, അവതരിപ്പിച്ചവൻ തെറ്റിച്ചിട്ടില്ല, അഥവാ അള്ളാഹു തെറ്റുകൂടാതെ ഓതി കൊടുത്തത്. ആർക്ക്? ജിബ്രീൽ അലൈഹിസ്സലാം. വലല്ലദീ നസല ബിഹി, അതുമായി ഇറങ്ങിയവനും തെറ്റുവരുത്തിയിട്ടില്ല. വലല്ലദീ നുസില അലൈഹി, ആർക്കാണോ അത് ഇറക്കപ്പെട്ടത് അഥവാ മുഹമ്മദ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയും തെറ്റിച്ചിട്ടില്ല. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം, ഇത് അറബിയാണ്, ഖുർആനുൻ അറബിയുൻ. അതുകൊണ്ട് പ്രവാചകൻ മറ്റൊരു സ്ഥലത്ത് സൂചിപ്പിച്ചു, അറബുൽ ഖുർആന, നിങ്ങൾ അറബിയിൽ ഖുർആൻ ഓതണമെന്ന്. നമ്മളോടൊക്കെ പ്രത്യേകിച്ച് ആ വർത്താനം സാരവത്തായതാണ്. എന്താ കാരണം? നിങ്ങൾ അറബിയിൽ ഓതണം മലയാളികളെന്ന്. കാരണം അറബിയിൽ ഏതാണ്ട് 11 അക്ഷരത്തിന് മാത്രമേ മലയാളത്തിൽ സമാന ശബ്ദമുള്ളൂ. അല്ലാത്തതൊക്കെ നമ്മൾ അറബിയിൽ നിന്ന് കേട്ടിട്ടില്ലെങ്കിൽ ഒക്കെ എന്തായിരിക്കും? മലയാളമായിരിക്കും. അതുകൊണ്ട് ഖുർആൻ ഓതുമ്പോ അറബിയിൽ തന്നെ ഓതണം. അതുകൊണ്ടാണ് നമ്മൾ അല്ലദീ അൻഖള ലഹ്റക ഓതല്. മനസ്സിലായില്ല? എന്താ കുഴപ്പമൊന്നും മനസ്സിലായില്ല. അൻഖള എന്ന് ഓതിയപ്പോ നമുക്കൊരു കുഴപ്പമുണ്ടായില്ല. പക്ഷെ എടുത്തു നോക്കുക, രണ്ടും രണ്ടക്ഷര. അൻഖള ലഹ്റക അങ്ങനെ ഓതണം. പഠിച്ചോൻ രണ്ടക്ഷരം എഴുതുക, നമുക്ക് ഒരക്ഷരം ഓതുക, അതൊന്നും കഴിയില്ല. അപ്പൊ അത് കൃത്യമായി അക്ഷരങ്ങൾ തെറ്റില്ലാതെ ആയത്തുൽ കുർസിയൊക്കെ ഇങ്ങനെ ഓതുമ്പോ പിന്നെ ഓതാൻ കിട്ടുന്നില്ല ചിലർക്ക്. യസ്ഫഉ ആയിന് വമ്മ, ഇൻദഹു ഐൻ കസ്റ, ഐൻ വമ്മ ഐൻ കസ്റ, ഒരേ അക്ഷരം രണ്ട് ഹാലിൽ രണ്ട് ഫേസിൽ ഒറ്റ സ്ഥലത്ത് അങ്ങ് വന്നു, ആകെ അങ്ങ് കുടുങ്ങി. അതുകൊണ്ട് നമ്മൾ ആ രണ്ടാമത്തെ അക്ഷരം ഹംസയാക്കി. ഇൻദഹു അതെങ്ങനെ പറ്റുക? അവിടെ ഇൻദഹു എന്നാണ്, നമ്മൾ ഇൻദയാക്കി. അത് പറ്റൂല. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം, നമ്മൾ ഒഴുക്കിലങ്ങ് പോയി. കാരണം ഔദു എവിടെ ആരും കണ്ടുപിടിച്ചില്ലല്ലോ. ഔദു ഖുർആനിൽ അങ്ങനെ സൂറത്തിന്റെ മേലെ ബിസ്മി എഴുതിയ പോലെ ഔദു എഴുതിയില്ല. നമ്മളെ കുട്ടികളൊക്കെ ഇങ്ങനെ കൈ വെക്കലുണ്ട് സൂറത്തിന്റെ പേരുമേലെ വെക്കല്. നമ്മളത് തിരുത്തി കൊടുത്തില്ല, മോനെ ഇത് സൂറത്തിന്റെ പേര് ഔദു അല്ല, ഔദു ഇങ്ങനെയാണെന്ന് പറഞ്ഞ് ബോർഡ് മേലെ ഒരൊറ്റ പ്രാവശ്യം ഉസ്താദ് എഴുതി കൊടുത്താൽ മതി. നമ്മൾ ചെയ്യണം നാളെ അത്.
പലരും നമുക്ക് എഴുതി തന്നില്ല, നമ്മളത് എഴുതി കൊടുക്കണം. എങ്ങനെയാണ് ഔദു എന്നതിൽ ഔ കഴിഞ്ഞിട്ട് സാലാണ്. നമ്മൾ പറയൽ തന്നെ ഔദു ഓതിയില്ല, ഔദു ഓതിയില്ല. ഔദു എന്തിനാ ഓതുന്നത്? ഔദു ഓതാൻ പാടില്ല. ഔദുവും ഔദുവും തമ്മിൽ വലിയ മാറ്റമുണ്ട്. ഔദു ബില്ലാഹി എന്ന് സാല് പുള്ളി കൊടുത്തുകൊണ്ട് ഉച്ചരിച്ചാൽ ഞാൻ ഈ പിശാചിൽ നിന്ന് ശപിക്കപ്പെട്ട ശൈത്താനിൽ നിന്ന് അള്ളാഹുവിനോട് ശരണം തേടുന്നു, അഭയം തേടുന്നു എന്ന അർത്ഥം ഔദു. എന്നാൽ നമ്മൾ നമ്മളെ സൗകര്യത്തിന് ഔദു ബില്ലാഹി മിനശ് ശൈത്താനിർ റജീം, മനുഷ്യനാകെ ഇടങ്ങേറായി ശപിക്കപ്പെട്ട പിശാചിന്റെ അടുത്തുനിന്ന് ഞാൻ പടച്ചോനെ കൊണ്ടുവന്ന് എന്നിട്ടും ആകുന്നില്ല, അതുകൊണ്ട് ഔദു ബില്ലാഹി ഞാൻ പടച്ചോനെയും കൊണ്ട് തിരിച്ചു പോകുകയാണ്. ഈ പിശാചിന്റെ അടുത്ത് പടച്ചോനെ കൊണ്ടാകുന്നില്ല, അതുകൊണ്ട് ഞാനും പടച്ചോനെ കൂടെ പോയിക്കാളുക, മടക്കി കൊണ്ടുപോവുക, ഞാൻ തിരിച്ചു പോകുന്നു ബില്ലാഹി അള്ളാനെയും കൊണ്ട്. എന്തേ മാറ്റം? അങ്ങനെ ബിസ്മില്ലാഹിർ റഹ്മാനി എന്ന് പറയുമ്പോൾ ആദ്യത്തെ ഹാ എന്നായി ഉച്ചരിക്കും, പക്ഷെ റഹീം എന്ന് പറയുമ്പോഴേക്ക് അത് ഹാ ആയി, ആ തലക്കെട്ട് ഹാ ആയി. എങ്ങനെ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എന്താ റഹീം എന്ന് പറഞ്ഞാല്? ഡിക്ഷണറി എടുത്ത് പരിശോധിച്ച് നോക്കളി, വലിയ പ്രശ്നം തന്നെയാണ്. അക്ഷരങ്ങൾ, ശബ്ദകൾ ഒന്നും മാറിപ്പോകാൻ പാടില്ല. അക്ഷരത്തെറ്റില്ലാതെ നിയമാനുസൃതം വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുക എന്നതും ഖുർആനിനോട് കാണിക്കുന്ന ആദരവാണ്. ഖുർആനും നമ്മളും തമ്മിൽ എന്ന വിഷയം, ഖുർആനും നമ്മളും എന്ന വിഷയം ആലോചിക്കുമ്പോൾ വളരെ പ്രധാനപ്പെട്ട ചിന്തയാണ് ഖുർആനിനോട് കാണിക്കേണ്ട ആദരവ് ഞാൻ പാലിച്ചിട്ടുണ്ടോ? നല്ല സ്ഥലത്ത് വെക്കണം, വൃത്തിയായി കൊണ്ടു നടക്കണം, ആദരിക്കണം, നല്ല ബഹുമാനം കാണണം, ശുദ്ധിയോടെ ആയിരിക്കണം. 1. 2. അതിൻ്റെ അർത്ഥതലം ബോധ്യമുണ്ടായിരിക്കണം. 3. നിയമാനുസൃതം പാരായണം ചെയ്യണം. 4. അതിൻ്റെ ആശയത്തോട് എതിരാവാതിരിക്കണം. അപ്പോഴാണ് ഖുർആനിനോടുള്ള ആദരവാകുന്നത്. അല്ലാഹു വിശുദ്ധ ഖുർആൻ നിയമാനുസൃതം വായിക്കുകയും നിയമാനുസൃതം അത് പ്രാവർത്തികമാക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസിനികളുടെ കൂട്ടത്തിൽ നമ്മെയെല്ലാം ഉൾപ്പെടുത്തി തൗഫീഖ് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. അല്ലാഹുവേ, ഈ വിഷയത്തിലും അല്ലാതെയുമായി ഞങ്ങൾക്ക് വന്നുപോയിട്ടുള്ള ചെറുതും വലുതുമായ പാകപ്പിഴവുകൾ ഞങ്ങൾക്ക് നീ പുറത്ത് മാപ്പാക്കി തരണമേ. ഗഫൂറും ഗഫാറുമായ റബ്ബെ, റഹ്മാനും റഹീമുമായ റബ്ബെ, നീ ഞങ്ങൾക്ക് നിന്റെ മർഹമത്തും നിഅമത്തും ബർക്കത്തും വർദ്ധിപ്പിച്ചു തരണമേ റഹ്മാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. اللهم أجرنا من النار، اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم أعنا على ذكرك وشكرك وحسن عبادتك. اللهم ربنا أرنا الحق حقا وارزقنا اتباعه وأرنا الباطل باطلا وارزقنا اجتنابه. اللهم اجعل القرآن إماما لنا، اللهم اجعل القرآن إماما لنا، اللهم اجعل القرآن إماما لنا، اللهم اجعل القرآن شفيعا لنا لعيوب أعمالنا يا رب العالمين. اللهم اجعل القرآن شفيعا لنا لعيوب أعمالنا يا رب العالمين. اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا. اللهم اجعل القرآن شاهدا لنا ولا شاهدا علينا. اللهم اجعلنا من الذين يقرؤون القرآن حق تلاوته يا رب العالمين. اللهم اجعلنا من الذين يدرسون القرآن حق دراسته يا رب العالمين. اللهم اجعلنا من الذين يعملون بالقرآن حق عمله يا رب العالمين.
ربنا تقبل منا دعاءنا وصلاتنا وقيامنا وصيامنا وسائر أعمالنا وقراءتنا القرآن يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين 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 برحمتك يا أرحم الراحمين. وصلى الله على خير خلقك محمد وآله وصحبه أجمعين. السلام عليكم ورحمة الله وبركاته. വായനയുടെ ഇസ്ലാമിക മാനം. ശബാബ് വാരിക, പുടവ കുടുംബമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പ്രമാണബദ്ധമായ ലേഖനങ്ങൾ, കാലിക പ്രശ്നങ്ങളിൽ ശക്തമായ ഇടപെടലുകൾ, ചോദ്യോത്തര പംക്തികൾ, തീവ്രവാദത്തിനും യാഥാസ്ഥികതയ്ക്കും നവയാഥാസ്ഥികതയ്ക്കുമെതിരെയുള്ള ശക്തമായ ചെറുത്തുനിൽപ്പ്. ശബാബ് വാരിക, പുടവ കുടുംബമാസിക, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അത്തൗഹീദ് ദ്വൈമാസിക. ഇസ്ലാമിക വിഷയങ്ങളിൽ പണ്ഡിതോചിതമായ രചനകൾ, പഠന ഗവേഷണ രംഗങ്ങളിൽ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുന്ന പ്രൗഢമായ പ്രതിപാദനങ്ങൾ, ആധുനിക വിഷയങ്ങളിൽ ലോക മുസ്ലിം പണ്ഡിതന്മാരുടെ അഭിപ്രായങ്ങളും മതവിധികളും. അത്തൗഹീദ് ദ്വൈമാസിക, മലയാളത്തിലെ വേറിട്ട ഇസ്ലാമിക പ്രസിദ്ധീകരണം. അത്തൗഹീദ് ദ്വൈമാസിക, KNM ഓഫീസ്, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. അൽമനാർ ഹജ്ജ് സെൽ. പ്രമാണബദ്ധമായ രീതിയിൽ സ്വീകാര്യമായ ഹജ്ജും ഉംറയും നിർവഹിക്കാനൊരു അവസരം. അൽമനാർ ഹജ്ജ് സെൽ, കോഴിക്കോട്. പ്രമുഖ പണ്ഡിതന്മാരുടെ നേതൃത്വം, പരിചയസമ്പന്നരായ വളണ്ടിയർമാരുടെ സേവനം, ഹറമിനടുത്ത് താമസം, മക്കയിലും മദീനയിലും ചരിത്രപ്രസിദ്ധമായ സ്ഥലങ്ങളിൽ സന്ദർശനം, മലയാളികൾക്കിണങ്ങിയ ഭക്ഷണ താമസ സൗകര്യം, ചികിത്സാ സൗകര്യം, പഠന ക്ലാസുകൾ. അൽമനാർ ഹജ്ജ് സെൽ, മർക്കസുദ്ദഅവ, ആറം റോഡ്, കോഴിക്കോട്. ഫോൺ 0495402037 1.